ഇന്ന് എമ്പുരാൻ സിനിമ കണ്ടു. ഞാൻ ഫസ്റ്റ് ഡേ തൊട്ട് മൂവീസിൻ്റെ റിവ്യൂവും ന്യൂസിൽ നടക്കുന്ന ഡിബേറ്റും ഡിസ്കഷനും എല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് സിനിമ കാണാൻ കഴിഞ്ഞില്ല. സോ അങ്ങനെ ഇന്ന് ഞാൻ ന്യൂസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു വാർത്ത കേട്ടു. പ്രൊഡ്യൂസർ ആൻ്റണി പെരുമ്പാവൂർ സീൻസ് എല്ലാം കട്ട് ചെയ്ത് വീണ്ടും സെൻസർഷിപ്പിൻ്റെ അപ്രൂവലിന് വേണ്ടി സബ്മിറ്റ് ചെയ്തേക്കുകയാണ്. മൺഡേ തൊട്ടോ വെനസ്ഡേ തൊട്ടോ പുതിയ പ്രിൻ്റ് ആയിരിക്കും തിയേറ്ററുകളിലെല്ലാം കാണുന്നത് എന്ന് ഞാൻ അറിഞ്ഞു. സോ പിന്നെ ഇതുവരെ ഞാൻ ഇത്രയും ദിവസം ഇന്ന് വരെ മൂവിയുടെ സ്റ്റോറി എന്താന്ന് എവിടെയും ഞാൻ കേട്ടില്ല. അപ്പം എപ്പോഴും റിലീസായി ഇന്നത്തെ ദിവസം വരെ ബാഡ് റിവ്യൂസാണ്. എല്ലാവരും മെയിൻ സ്ട്രീമിലുള്ള ഏകദേശം എല്ലാ റിവ്യൂവേഴ്സും തിയേറ്റർ റെസ്പോൺസ് ആയാലും അവർ കൂടുതലും ഈ പടത്തിനെ പറ്റി മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നതാണ് അവർ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. പൃഥ്വിരാജിനെ തെറി വിളിക്കുന്നതുണ്ട്, മോഹൻലാലിനെ വേണ്ട വിധം വിനിയോഗിച്ചില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ ഇന്നത്തെ ഒരു മെയിൻ സ്ട്രീമായിട്ടുള്ള ന്യൂസ് ചാനലിൽ അതിൻ്റെ പ്ലോട്ട് പറഞ്ഞു. അതേപോലെ ആ പ്ലോട്ടിലുള്ള കോണ്ടന്റ് ഡിലീറ്റ് ചെയ്യും എന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ടെൻഷനായി. അയ്യോ, അപ്പം മൺഡേ ഇപ്പം സാറ്റർഡേ സൺഡേ സെൻസർ ബോർഡ് ലീവായിരിക്കും. മൺഡേ തൊട്ട് അവർ ഏത് നിമിഷവും ഈ സീൻ ഡിലീറ്റ് ചെയ്തത് പ്രിൻ്റ് ആയിരിക്കും, പിന്നെ വേൾഡ് വൈഡ് നമ്മൾ കാണേണ്ടി വരിക എന്നൊക്കെയുള്ള ഒരു ചിന്തകൾ കൊണ്ട് ടെൻസ്ഡായിട്ട് പെട്ടെന്ന് ഞാൻ നിയർ ബൈ തിയേറ്ററിൽ ടിക്കറ്റ് അവൈലബിലിറ്റി നോക്കി അങ്ങനെ പോയി ബുക്ക് ചെയ്ത് കണ്ടതാണ്. ഏകദേശം തിയേറ്റർ കാലിയാണ്. കാരണം ബാക്കിൽ 2 റോ മാത്രമാണ് അവർ ബുക്കിങ്ങിന് വേണ്ടി തന്നെ ഇട്ടേക്കുന്ന. ബാക്കിയുള്ള സീറ്റുകളിൽ ബുക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. കാരണം 2 റോ അത്രേ അവർ 2 റോയിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു കാണാൻ. ബട്ട് അവർ 2 റോയെ നമുക്ക് ഓപ്ഷൻ ഉള്ളൂ അതിൽ ബുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയും കുറച്ച് ആൾക്കാരാണ് ആ തിയേറ്ററിൽ. കാരണം അതൊരു ജസ്റ്റ് 4K തിയേറ്ററാണ്, സാധാ ഒരു ഐമാക്സ് ഒന്നുമല്ല. അപ്പോൾ സിനിമ ഇപ്പം ഞാൻ ഈ ബാഡ് റിവ്യൂസും കാര്യങ്ങളും എൻ്റെ എക്സ്പെക്റ്റേഷനും ഒന്നും ഇല്ലാതെയാണ് ഞാൻ പോണത്. അപ്പം സിനിമ ആദ്യം തുടങ്ങിയപ്പം മുരളി ഗോപിയുടെ റൈറ്റിങ്ങും പൃഥ്വിരാജിൻ്റെ വിഷ്വലൈസേഷൻ്റെയും ഒരു ബ്ലെൻഡാണ് എനിക്കവിടെ. വാഹനത്തിൽ നടക്കുന്ന ഒരു റിയോട്ടാണ് അതവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലെൻഡ്. അപ്പം അവിടെ ഒരു സന്യാസി ഒരു ഡീപ്പ് മെഡിറ്റേഷനിൽ പോകുമ്പം ചുറ്റിനുമുള്ളത് അറിയാൻ പറ്റാത്ത ഒരു ഡീപ്പ് മെഡിറ്റേഷനിലിരിക്കുന്ന ഇതൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഒരുപാട് ഭയങ്കര വിഷ്വൽ ട്രീറ്റായിരുന്നു. അപ്പോഴാണ് എനിക്ക് മുരളി ഗോപിയുടെയും പൃഥ്വിരാജിൻ്റെയും പിക്ചറൈസേഷൻ്റെ ബ്ലെൻഡ് അത് ഓഡിയൻസിലോട്ട് കൺവേ ആയി. എല്ലാവർക്കും എൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ആയിരിക്കത്തില്ല മറ്റു ചിലവർക്ക്. അപ്പം ഈ സിനിമ ചിലപ്പോൾ മനസ്സിലാകണമെങ്കിൽ ഒരുപാട് നോളേജ് വേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു സംഭവം അറിഞ്ഞൂടാത്തവർക്ക് ചിലപ്പോൾ അതൊരു കണക്റ്റ് ആവത്തില്ല. അപ്പോൾ ഇന്ന് ന്യൂസിൽ പറയുന്നത് കേട്ടു, ചില കാര്യങ്ങൾ ഇൻഡയറക്റ്റായിട്ട് ആ സിനിമ പറയുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ഞാൻ അതെന്താ കാര്യമൊന്നും ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് അങ്ങനെ പബ്ലിക്കായിട്ട് പറയാമോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതിൽ ഇൻഡയറക്റ്റായിട്ടൊന്നും പറയുന്നില്ല, എല്ലാ കാര്യങ്ങളും ഡയറക്റ്റായിട്ടാണ് പറയുന്നത്. ഇന്ന് മേജർ രവിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇതിൽ ഒഴിഞ്ഞു മാറി ഒക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം എല്ലാവരും ഇതിൽ ഇൻഡയറക്റ്റായിട്ട് സിനിമ എന്തോ കൺവേ ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ഇതിലെല്ലാം എനിക്ക് ഡയറക്റ്റായിട്ട് എനിക്ക് ഈ ആദ്യം തൊട്ടേ ഉള്ള റിവ്യൂസ് കണ്ട് ഈ നോളേജ് കയറി അങ്ങനെയുള്ള ഒരു ഇതാണെന്നറിയില്ല. പക്ഷേ ഇതിലെല്ലാ കാര്യങ്ങളും ഡയറക്റ്റായിട്ടാണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇൻഡയറക്റ്റായിട്ട് ഇതിലൊന്നും ഇല്ല. പിന്നെ ഇത് കാണുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം ഫസ്റ്റ് സീൻ തൊട്ട് ലാസ്റ്റ് സീൻ വരെ കുറച്ച് നോളേജ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളെപ്പറ്റി ഒന്ന് പഠിച്ചിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ഇൻഡെപ്തായിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ കുറേ സമയം ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. പിന്നെ എനിക്ക് ചിലത് ഭയങ്കര ബ്രൂട്ടാലിറ്റിയൊക്കെ ഭയങ്കര എക്സ്ട്രീമായിട്ടൊരു ബ്രൂട്ടാലിറ്റിയൊക്കെ ചിലതൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഇപ്പം എനിക്ക് അതിൽ ആക്ടേഴ്സിനോട് എനിക്ക് ഭയങ്കര ഒരു ദേഷ്യവും
ഒക്കെ എനിക്ക് തോന്നി. കാരണം അതൊക്കെ ഒരു ഡയറക്ടറിൻ്റെ സക്സസ്സാണ്. അങ്ങനെ ഒരു റൈറ്ററിൻ്റെ ഡയറക്ടറിൻ്റെയൊക്കെ ഒരു സക്സസ് ആയിട്ടാണ് എനിക്കത് തോന്നുന്നത്. അപ്പോൾ എനിക്ക് ആ ദേഷ്യം പൃഥ്വിരാജ് ഉദ്ദേശം അതാണ്. ആ കാണുന്നതൊക്കെ ആ ഒരു ദേഷ്യം വരണം എന്നാണ് പൃഥ്വിരാജ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതെന്തായാലും എനിക്ക് വർക്കായി. ഇൻ്റർവെല്ലിനൊക്കെ തൊട്ട് മുമ്പ് എത്താറായപ്പം ഞാൻ പൃഥ്വിരാജിനെ തെറി പറയാൻ തുടങ്ങി. അതിൽ കാരണം മോഹൻലാലിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഒരു ഡയലോഗ്സ് ഒന്നും മോഹൻലാലിന് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പൃഥ്വിരാജിനെ തെറി പറയാൻ തുടങ്ങി. ആദ്യം ഭയങ്കര അമേസിങ് ആയിട്ട് തുടങ്ങിയിട്ട് മോഹൻലാലിൻ്റെ ഇൻട്രൊഡക്ഷനിൽ അത് ഡയലോഗ് ഉണ്ടായിട്ട് കട്ട് ചെയ്യുന്നതാണോ സംതിങ് ഒരു കംപ്ലീറ്റ് ചെയ്യാതെ പെട്ടെന്ന് വേറൊരു സീനിലോട്ട് പോയ പോലെ എനിക്ക് തോന്നി മോഹൻലാൽ വന്നതിന് ശേഷം. ബട്ട് അത് പിന്നെ കുറച്ച് ഇൻ്റർവെൽ കഴിഞ്ഞതിന് ശേഷം അത് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പിന്നെ ഇൻ്റർവെല്ലിന് ശേഷം അത് റിവീൽ ആയിക്കൊണ്ടിരിക്കുക, സീൻ ബൈ സീനായിട്ട് റിവീൽ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു സീൻ കണ്ട് മനസ്സിലാവാതിരിക്കുമ്പം എനിക്ക് കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ അത് എന്താണ് പൃഥ്വിരാജ് അവിടെ ഉദ്ദേശിച്ചത് എന്ന് വരുന്ന സീനിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഓക്കെ, ദിസ് ഈസ് വാട്ട്. അപ്പം അങ്ങനെ ഒരു മൂവിയായിരുന്നു. പിന്നെ പറയാനുള്ളത് എൻ കാർഡ്. അപ്പം പൃഥ്വി ഒരുപാട് ഇൻ്റർവ്യൂസിൽ പറയുന്നുണ്ട് എൻ കാർഡ് നിങ്ങളെല്ലാവരും കാണണം, L3യുടെ ബിഗിനിങ് ആണ്, വെയിറ്റിംഗ് ഒരു 200-300 കോടി കിട്ടിക്കഴിഞ്ഞാൽ L3 ലൂസിഫർ 3 കാണാൻ കഴിയും. അപ്പം അവിടെയായിരിക്കും മോഹൻലാൽ ഡെഡ്പൂൾ വൂൾവറിൻ്റെ ഒരു കോമ്പിനേഷൻ ഒരു മൂവി ഉണ്ടായിരുന്നു. അപ്പം അതിൽ വൂൾവറിൻ ആയിട്ട് അഭിനയിച്ച ആക്ടർ ഏജിങ് എന്നൊരു പ്രോസസ്സിലൂടെ പോയി ഏജ് കുറച്ചിട്ടാണ് അവിടെ ആ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലൂസിഫർ 3യിൽ മോഹൻലാൽ ആ ഒരു പ്രോസസ്സിൽ കൂടെ വീണ്ടും ഒടിയന് ശേഷം വീണ്ടും ആ ഒരു ഇതിലോട്ട് പോകേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ഫിസിക്കലി ആ ഒരു ഫാസ്റ്റും ഇപ്പോഴും ഫിസിക്കലി അദ്ദേഹം വളരെ ഫിറ്റാണ്. ഇപ്പം ഇപ്പോൾ ഒരു 20-25 വയസ്സുള്ള ആൾക്കാരുടെ ഒരു സ്പീഡിൽ ഫൈറ്റ് ചെയ്യാനും 80-90 വയസ്സുള്ള ഒരാളുടെ രീതിയിൽ ഫൈറ്റ് ചെയ്യാനും അദ്ദേഹം ഈസിലി സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണ്. അത് നമ്മളിത് കണ്ടിട്ടുള്ളതാണ്. ബട്ട് ഐ ബിലീവ് L3യിൽ നമുക്കൊരു വേറൊരു മോഹൻലാൽ അല്ലെങ്കിൽ ഒരു വിൻറ്റേജ് മോഹൻലാലിനെ ചിലപ്പം നമുക്ക് ഒരു പക്ഷേ കാണാൻ കഴിയും. സോ എനിക്ക് ലൂസിഫർ 3 കാണാൻ ഞാൻ ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിട്ടാണ്. കാരണം ആ ഒരു രീതിയിലാണ് പൃഥ്വിരാജ് എൻ കാർഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മോഹൻലാലിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ അവിടെ സാധ്യതയുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇതൊരു മോഹൻലാൽ മൂവിയാണ്. താങ്ക് യു പൃഥ്വിരാജ്, മുരളി ഗോപി, താങ്ക്സ് എലോട്ട്. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആണ്. അപ്പോൾ എന്നെപ്പോലുള്ള വ്യൂവേഴ്സിന് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അത് ആ മൂവി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ കാര്യത്തിനെ പറ്റി റിസർച്ച് ചെയ്യാനും അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. കുറേ കാര്യങ്ങൾ വന്നു. ഇപ്പം